ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉന്നതരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, മറുഭാഗത്ത് കേസെടുക്കാൻ തയ്യാറാണെന്ന് CBI. ഈ രണ്ട് ദേശീയ അന്വേഷണ ഏജൻസികളും ഈ കേസ് അന്വേഷണം ആരംഭിച്ചാൽ കേരളത്തിലെ പല പ്രമുഖ നേതാക്കന്മാർക്കും ജയിലഴിക്കുള്ളിൽ കഴിയാമെന്നാണ് പുറത്തു വരുന്ന വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധിയായ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, സ്വർണം വിൽപ്പനയ്ക്കായി സഹായിച്ച ചെന്നൈയിലെ ഏജൻസി ഉടമ ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെ പിടിച്ചുലയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരോട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു. ഡിസംബർ 4-ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കേസ് എന്താണ് മെല്ലെ പോകുന്നത്, കൂടുതൽ ഉന്നതരുടെ അറസ്റ്റ് എന്താണ് നടക്കാത്തത് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്തിന് നിർണായകമായ ചില അറസ്റ്റുകൾ ഉണ്ടാകും. ഒരു ഉന്നതന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയിൽ കേന്ദ്ര ഏജൻസികൾ വന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ കുംഭകോണങ്ങളിലൊന്നായ ക്ഷേത്ര കുംഭകോണമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പല പ്രമുഖരെയും അറസ്റ്റ് ചെയ്തും ഇതൊരു മുരാരി ബാബുവിലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ N. വാസുവിലോ A. പത്മകുമാറിലോ ശ്രീകുമാറിലോ ഒടുങ്ങുന്ന കാര്യമല്ല. അതിലപ്പുറം വമ്പൻ സ്രാവുകളുടെ കഥ, വമ്പൻ സ്രാവുകളുടെ തിരക്കഥ ഇതിന് പിന്നിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. വമ്പൻ സ്രാവുകളില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ പത്മകുമാറിനോ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള നടത്താൻ കഴിയില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ചുരുൾ അഴിയണമെന്ന് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത കല്ലും മുള്ളും നിറഞ്ഞ കാനനപാത താണ്ടി തലയിൽ ഇരുമുടിക്കെട്ടേന്തി തങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഏറ്റവും അധികം ആരാധിക്കുന്ന കലിയുഗ വരദനായ കാനനവാസനായ അയ്യപ്പന്റെ മണ്ണിലേക്ക് പോയി പുണ്യ 18 പടികൾ ചവിട്ടി അയ്യപ്പന്റെ തിരുസന്നിധിയിലെത്തി അയ്യനെ കണ്ടു തൊഴുത തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ആവലാദികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അയ്യന്റെ മുന്നിൽ പറഞ്ഞ് കരഞ്ഞ് ആ പടിയിറങ്ങി നെയ്ത്തേങ്ങയുടച്ച് ആഴിയിൽ തേങ്ങയിറങ്ങ മലയിറങ്ങുന്ന അയ്യപ്പ ഭക്തൻ കാണിക്കയായി നൽകിയ സ്വർണമാണ് ഇത്തരത്തിൽ കള്ളന്മാർ കട്ടുകൊണ്ടുപോയത്. ഭരണത്തിന്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ ഭരിക്കുന്ന ആളുകളുടെ സഹായത്തോടു കൂടി ഭരിക്കുന്ന ആളുകളുടെ മാനസപുത്രന്മാർ CPM-ന്റെ മുൻ MLA, CPM-ന്റെ ഒരു മന്ത്രിയുടെ സ്റ്റാഫ് അംഗമായിരുന്ന പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വാസുവും CPM-ന്റെ മുൻ MLA പത്മകുമാറും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. മുരാരി ബാബു CPM-ന്റെ ദേവസ്വം യൂണിയനിലെ അംഗമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്കൊപ്പമുള്ള ചിത്രം കേരളീയ പൊതുസമൂഹം കണ്ടതാണ്. ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടി പണിയെടുത്തത് ആരാണ്, ഇവർക്ക് കച്ചേരി നടത്തിയത് ആരാണെന്ന് മാത്രമാണ് കേരളത്തിന് അറിയാനുള്ളത്. എന്തായാലും കേരളം കാത്തിരിക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘവും ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ചെറുതെങ്കിലും ഒരു വിശ്വാസമുള്ളത്. ആ അന്വേഷണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഈ കള്ളന്മാരെ കയ്യാമം വെച്ച് തുറങ്കിൽ അടയ്ക്കാൻ കഴിയുമെന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും ഒരു ഉന്നതന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. ശബരിമല സ്വർണ്ണമോഷണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അടിവേരറുത്തിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പപ്പും പൂടയും പറയ്ക്കാനുള്ള ഒരു കാര്യമാണ് ഈ ശബരിമല സ്വർണ്ണ കേസ് എന്ന് പറയാതിരിക്കാൻ വയ്യ.